കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അവർക്ക് വ്യക്തമായിട്ടും സീറ്റുകൾ നേടിക്കൊടുക്കും. കരുത്തനായ പോരാളി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചരിത്ര ഭൂരിപക്ഷം വാങ്ങിക്കൊണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇലക്ഷൻ ചൂടിലാണ് ജനങ്ങൾ. ആ ഇലക്ഷൻ ചൂടിന്റെ സമയത്ത് അതിഗംഭീരമായ പോളിംഗ് നടക്കുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം വേണ്ടേ. ഇന്ത്യയിലെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഇന്ത്യയെ നിലനിൽക്കാൻ ഡൽഹിയിലെ പാർലമെന്റിലെ ഇടത് പ്രതിനിധികളുടെ ശബ്ദം മുഴക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് എടുത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നാട്ടില് സ്വന്തം ചിഹ്നം പോലും നിലനിർത്താൻ പറ്റാത്ത CPM ആണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം. പല UDF പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് LDF ഉന്നത വിജയം നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് വളരെ ശക്തിയായ തിരഞ്ഞെടുപ്പ്. ആരെങ്കിലും ഒരാൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ചെന്നപ്പോൾ മനസ്സിലായത്.